Greta Thunberg delivered this speech in Parliament Square in London. Greta came across the world climate change for the first time when she was only 8 years old. She was puzzled by how human beings could be causing such a grave issue. മനുഷ്യൻ എങ്ങനെയാണ് ഇതിനൊക്കെ കാരണമാകുന്നത്, മനുഷ്യൻ്റെ എങ്ങനെയുള്ള ഇൻ്റർഫിയറൻസ് ആണ് എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ ക്ലിയർ ആയിട്ട് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഷീ ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് വൈ ദ പീപ്പിൾ അറൗണ്ട് ഹർ അക്നോളജ് ദ ക്രൈസിസ് ബട്ട് ഫെയിൽ ടു ടേക്ക് ആഡ്വക്കേറ്റ് മെഷർ ടു പുട്ട് ആൻ എൻഡ് ടു ഇറ്റ്. നമ്മൾ വളരെ കളക്റ്റീവായിട്ടും കറക്റ്റായിട്ടുമുള്ള ഒരു മെഷർമെൻ്റ് എടുത്തില്ല എങ്കിൽ ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് വളരെയധികം എന്താണ് നമ്മൾക്ക് ഭീകരമായ അവസ്ഥയിലായിരിക്കും എന്നാണ് പറയുന്നത്, ടെറിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഷീ വണ്ടേഴ്സ് വൈ there are no strict rules and regulations on activities such contribute to climate change. She demands that countries like Sweden and UK should reduce greenhouse gas emissions by at least 15%. ആ പെർസെൻറ്റേജിൻ്റെ ന്യൂമറലൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ആനുവലി ടു സ്റ്റേ ബിലോ 2 degrees Celsius വാർമിംഗ് ടാർഗറ്റ്. 2 ഡിഗ്രിയോളം ചൂട് അല്ലെങ്കിൽ വാർമിംഗ് ടാർഗറ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു എമിഷൻ പ്ലാന് എന്തായാലും UK-യും സ്വീഡനും ഒക്കെ എടുക്കേണ്ടതുണ്ട്, അതിനുള്ള ഒരു ആക്ഷൻ എടുക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. However, she adds that currently we should aim at a 1 degree Celsius target. Okay, 1.5 degree Celsius target. Climate change is not properly addressed by world leaders or governments. അപ്പോൾ വേൾഡ് ലീഡേഴ്സോ ഗവൺമെൻറ്റ്സോ യാതൊരുവിധ ഇനീഷ്യേറ്റീവ്സും അതിനു വേണ്ടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടൊന്നും സംസാരിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. Thunberg emphasizes the importance of equity in addressing climate change, and she demands that wealthier nations like Sweden and UK must reduce greenhouse gas emissions to provide opportunities for poorer countries. Poorer countries-ന് അവർക്ക് ജീവിക്കാൻ സാധ്യമായ ഒരു ക്ലൈമറ്റിനെ നിലനിർത്തി കൊടുക്കുക എന്നുള്ളതും അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതുമൊക്കെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് അവരുടെ സസ്റ്റൈനബിലിറ്റി നിലനിർത്താനുള്ള ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതും കൂടെ സ്വീഡൻ പോലെ UK പോലെയുള്ള രാജ്യങ്ങൾക്ക് മേൽ നിർബന്ധമായ കാര്യമാണ് എന്നാണ് പറയുന്നത്. ഗ്രേറ്റ ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ പാരീസ് അഗ്രിമെൻറ്റ്. പാരീസ് അഗ്രിമെൻറ്റിൻ്റെയും ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെയും ഒക്കെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എത്രയും പെട്ടെന്ന് സാധ്യമാക്കണമെന്നുമാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഷി ഡിമാൻഡ്സ് സിവിൽ ഡിസൊബീഡിയൻസ് ടു അറൈവ് അറ്റ് എ സൊല്യൂഷൻ. ഇനി അതിനു വേണ്ടി ഒരു സമരമാണ് വേണ്ടത് എങ്കിൽ, ഒരു സിവിൽ ഡിസൊബീഡിയൻസ് തന്നെയാണ് വേണ്ടത് എങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാനും ഇന്നത്തെ യങ്സ്റ്റേഴ്സിനോട് ആഹ്വാനം ചെയ്യുന്ന രീതിയിലാണ്, അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഗ്രേറ്റ സംസാരിക്കുന്നത്. Certain objective questions are there and with the answers, please read it well, and the certain assignment questions are there, including this question. First one, comment your views in detail on the importance of ensuring climate justice. What is your take on the importance of having a sustainable development? Compare the impact of speeches by Saban Suzuki and Greta Thunberg. Saban Suzuki എന്ന് പറയുന്ന ഒരാൾ, അവരും ഈ ഒരു രീതിയിലുള്ള ആക്ടിവിസ്റ്റ് ആണ്. റൈറ്റ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ദ ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് കടന്നു വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തിട്ട് പഠിക്കാം. Explore how Greta Thunberg's activism influenced public discourse on climate change. അങ്ങനെ ഒരു 10 questions are there. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, ഏത് ക്വസ്റ്റ്യൻസ്, എനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് ഇതൊരു പ്രസൻറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ എന്തായാലും അവിടെ നിന്നൊരു എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ കടന്നു വരും. അപ്പോൾ ആ സ്പീച്ചിൻ്റെ പോയിന്റ്സ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ആൻഡ് ഓൾസോ സ്റ്റഡി വെൽ. ഓക്കെ.